അടുത്തത് DNA പാക്കേജിങ് ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ DNA അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറായ DNA പാക്ക് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ ന്യൂക്ലിയസിൽ യൂക്കാരിയോട്സിൽ എങ്ങനെയാണ്? യൂക്കാരിയോട്സിലാണെങ്കിൽ പ്രൊക്കാരിയോട്സിൻ്റെ പോലെയല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് സ്ട്രക്ചറാണ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്. അതുപോലെ ഈ ന്യൂക്ലിയസ് ബൗണ്ടഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് യൂക്കാരിയോട്സ്. മിക്ക ഓർഗനൽസും മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. സോ യൂക്കാരിയോട്സിന് പ്രൊക്കാരിയോട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലക്സിറ്റി ലെവൽ കൂടുതലാണ്. മോർ നമ്പർ ഓഫ് DNA അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ക്രോമസോമിൻ്റെ എണ്ണം കൂടുതലാണ്, DNA എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ DNA അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പ്രോട്ടീൻസും ഉണ്ടായിരിക്കും യൂക്കാരിയോട്സിൽ. സോ പാക്കേജിങ് പ്രൊക്കാരിയോട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ യൂക്കാരിയോട്സിൻ്റെ DNA പാക്കേജിങ് കുറച്ചും കൂടി ഹൈലി കോംപ്ലക്സ് ആണ്. ബിക്കോസ് മോർ നമ്പർ ഓഫ് ക്രോമസോം ആൻഡ് മോർ നമ്പർ ഓഫ് അസോസിയേറ്റഡ് പ്രോട്ടീൻസ് ഉണ്ട്. സോ ഈ നെഗറ്റീവ് ചാർജുള്ള DNA കൂടുതൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻസ് വെച്ച് പാക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹെൽഡപ്പ് ചെയ്ത് നിർത്തേണ്ടി വരും. അവിടെയും ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് ചാർജുള്ള DNA പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ ഹെൽഡപ്പ് ചെയ്ത് നിർത്തുന്നു എന്നാണ് അർത്ഥം. സോ ഇവിടെ പ്രൊക്കാരിയോട്ടിൽ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള പ്രോട്ടീൻസ് പോരാ, ഇവിടെ കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് പ്രോട്ടീൻസ് വേണം. ആ പ്രോട്ടീൻസിന് കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവാൻ പ്രത്യേകതയുള്ള പ്രോട്ടീൻസ് തന്നെയായിരിക്കണം ഇവിടെ നെഗറ്റീവ് ചാർജുള്ള DNA ഹെൽഡപ്പ് ചെയ്ത് നിർത്താനായിട്ട്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ബേസിക് പ്രോട്ടീൻസ് യൂക്കാരിയോട്സിൽ ആവശ്യമാണ്. സോ സ്പെഷ്യൽ ബേസിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇവിടെ ഹിസ്റ്റോൺസ് ആണ്. ഇവിടുത്തെ പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത യൂക്കാരിയോട്സിൽ വേണ്ട ആ DNA ബൗണ്ട് ചെയ്യാനായിട്ട് DNA ഹെൽഡപ്പ് ചെയ്ത് നിർത്തണ ആ പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത അവർക്ക് അവരുടെ അമിനോ ആസിഡിൻ്റെ ആ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് കൊണ്ടാണല്ലോ. സോ അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനിൽ ഒരുപാട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് അമിനോ ആസിഡായിട്ടുള്ള സ്പെഷ്യൽ പ്രോട്ടീൻസ് വെച്ചിട്ട് വേണം ഇവിടെ നെഗറ്റീവ് ചാർജ് DNA ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഇവിടുത്തെ സ്പെഷ്യൽ പ്രോട്ടീൻസ് വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺസ്. സോ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻസാണ്, പോസിറ്റീവ് ചാർജുള്ള സ്പെഷ്യൽ പ്രോട്ടീൻസ് വെച്ചിട്ടാണ് DNA ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്. ആ പ്രോട്ടീൻസിൻ്റെ പേരാണ് ഹിസ്റ്റോൺ. ഒരു അമിനോ ആസിഡിൻ്റെ ആ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അബൻഡൻസ് എത്ര അതിൻ്റെ സൈഡ് ചെയിനിൽ അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനിൽ എത്ര പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് ആ അമിനോ ആസിഡ് പോസിറ്റീവ് ആണോ അല്ലേന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്ന ഈ DNA ഹെൽഡപ്പ് ചെയ്ത് നിർത്താനായിട്ട് ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഹിസ്റ്റോൺ പോലത്തെ പോസിറ്റീവ് ചാർജിൽ പ്രോട്ടീൻസ് ഉണ്ട്. ഹിസ്റ്റോണിൻ്റെ പ്രത്യേകത എന്നാൽ ദേ ആർ റിച്ച് ഇൻ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂ. ഈ പറഞ്ഞ ഹിസ്റ്റോൺസിൻ്റെ പ്രത്യേകത ഒരുപാട് ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉള്ള ഒരു പ്രോട്ടീനാണ് അല്ലെങ്കിൽ പ്രോട്ടീനുകളാണ് ഹിസ്റ്റോൺ. അതുമാത്രമല്ല ഈ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഇതല്ല റിച്ച് ഇൻ ലൈസീൻ ആൻഡ് ആർജിനിൻ. ഇതാണ് ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂ. ലൈസീനും ആർജിനിനും ഒരുപാട് ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. ഈ പറഞ്ഞ ലൈസീൻ ആയാലും ആർജിൻ ആയാലും രണ്ടുപേരും ഒരുപാട് പോസിറ്റീവ് ചാർജ് അവരുടെ സൈഡ് ചെയിനിൽ, ഇപ്പം ലൈസിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണെങ്കിലും ആർജിനിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണെങ്കിലും അവരുടെ സൈഡ് ചെയിനിൽ ഒരുപാട് പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹിസ്റ്റോൺസ് ഹൈലി സ്പെഷ്യലായിട്ടുള്ള ബേസിക് അമിനോ ആസിഡുകളാണ് നെഗറ്റീവ് ചാർജുള്ള DNA ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഹെൽഡപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. സോ ഈ ഹിസ്റ്റോണുകൾ എങ്ങനെയാണ് നമ്മുടെ DNA ഓർഗനൈസ് ചെയ്ത് നിർത്തുന്നത് നോക്കാം. സോ ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾ. ഈ പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള ബേസിക് അമിനോ ആസിഡിൽ ഒരുപാട് പോസിറ്റീവ് ചാർജ് അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനിലുള്ള ഈ ഹിസ്റ്റോണുകൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ലൈസിൻ ആർജിനിൻ, അവർക്കൊക്കെ എന്താണ് ഈ ഹിസ്റ്റോണുകൾ എങ്ങനെ ഓർഗനൈസ്? ഹിസ്റ്റോണുകൾ ഒരു യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾ, 8 മോളിക്യൂളുകളുടെ ഒരു യൂണിറ്റായിട്ടാണ് ഈ ഹിസ്റ്റോണുകൾ നിൽക്കുന്നത്. സോ 8 മോളിക്യൂളുകളുടെ യൂണിറ്റായിട്ട് ഈ ഹിസ്റ്റോൺ എന്ന് പറഞ്ഞ പോസിറ്റീവ് ചാർജുള്ള സ്പെഷ്യൽ പ്രോട്ടീൻസ് അവരെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. 8 മോളിക്യൂളുള്ള യൂണിറ്റായിട്ടാണ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഹിസ്റ്റോൺ എന്ന് പറഞ്ഞ പ്രോട്ടീൻസുകൾ ഇരിക്കുന്നത്. അവരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ, 8 മോളിക്യൂളുള്ള ഹിസ്റ്റോൺ പ്രോട്ടീൻസുകൾ. അത് ഇപ്രകാരമാണ്: 2 മോളിക്യൂൾസ് ഓഫ് H2A, H2N 2 H2B 2 H3 2 H4 2. അങ്ങനെയാണ് 8 മോളിക്യൂൾസ് ഉള്ള ഹിസ്റ്റോൺ യൂണിറ്റുകൾ വരുന്നത്. സോ ഹിസ്റ്റോണുകൾ 2, 4, 6, 8
H2O രണ്ടെണ്ണം, H2B രണ്ടെണ്ണം, H3 രണ്ടെണ്ണം, H4 ആണ്. അങ്ങനെ 2 molecules ഓഫ് H2A, H2B, H3, H4 ഇങ്ങനെ 8 എണ്ണം കൂടി ചേർന്ന ആ ഹിസ്റ്റോൺ മോളിക്യൂളുകളാണ്. അതിന് വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ എങ്ങനെയാണ്? ഇതിൻ്റെ രണ്ടെണ്ണമുള്ള 8 എണ്ണമായിട്ടാണ് ഇരിക്കുന്നത്. ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ടാണ് ഈ സ്പെഷ്യൽ ബേസിക് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഇരിക്കുന്നത്. ഈ പറഞ്ഞ നമ്മുടെ DNA എന്താണ്? നെഗറ്റീവ് ചാർജാണ്. സോ നെഗറ്റീവ് ചാർജുള്ള DNA റാപ്പിഡ് അറൗണ്ട്, നെഗറ്റീവ് ചാർജുള്ള DNA റാപ്പിഡ് അറൗണ്ട് ചുറ്റി വരികയാണ് അതിനെ പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ 8 ഹിസ്റ്റോൺ ഒക്ടാമറിൽ H2A, H2A, H3, H2B, H2B, H3, H4 അങ്ങനെ 8 ഹിസ്റ്റോൺ മോളിക്യൂളുകൾ അടങ്ങിയ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഈ DNA നെഗറ്റീവ് ചാർജുള്ള DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് പോകുന്നു. അതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് DNA റാപ്പിഡ് അറൗണ്ട്. ഈ നെഗറ്റീവ് ചാർജുള്ള DNA എന്തിനാണ് റാപ്പ് ചെയ്യണേ? ചുറ്റുന്നത് പോസിറ്റീവ് ചാർജുള്ള നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്റോൺ ഒക്ടാമറിനെ 8 ഹിസ്റ്റോൺ മോളിക്യൂളുകളുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള DNA റാപ്പ് ചെയ്ത് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറായി മാറുന്നു. അതിൻ്റെ പേരാണ് ന്യൂക്ലിയോസോം. സോ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജുള്ള DNA 8 ഹിസ്റ്റോൺ മോളിക്യൂളായ ഹിസ്റ്റോൺ ഒക്ടാമറിനെ റാപ്പ് ചെയ്ത് ഫോം ചെയ്യുന്ന ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ന്യൂക്ലിയോസോം. ഇനി അടുത്തതായിട്ട് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞ് 8 ഹിസ്റ്റോൺ മോളിക്യൂളാന്ന് പറഞ്ഞു. സോ ന്യൂക്ലിയോസോം കൺസിസ്റ്റ് ഓഫ് കോർ പാർട്ടിക്കിൾ. ന്യൂക്ലിയോസോമിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? കോർ പാർട്ടിക്കിൾസും ഉണ്ട്, DNA ഹെലിക്സ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ചാർജിലുള്ള DNA. സോ ന്യൂക്ലിയോസോമിൽ എന്തൊക്കെയുണ്ട്? കോർ പാർട്ടിക്കിൾസും ഉണ്ട്, അതുപോലെ DNA ഹെലിക്സും ഉണ്ട്. കോർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ 8 ഹിസ്റ്റോൺ മോളിക്യൂളാണ്. സോ ന്യൂക്ലിയോസോമിലുള്ള ആ കോർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 8 H2A, H2B, H3, H4 ഇതിൻ്റെ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ 8 ഹിസ്റ്റോൺ മോളിക്യൂളുള്ള ആ ഹിസ്റ്റോൺ ഒക്ടാമറാണ് നമ്മൾ പറയുന്ന കോർ പാർട്ടിക്കിൾ. ന്യൂക്ലിയോസോമിൻ്റെ കോർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 8 ഹിസ്റ്റോൺ മോളിക്യൂളുള്ള ഹിസ്റ്റോൺ ഒക്ടാമറാണ് ന്യൂക്ലിയോസോമിൻ്റെ കോർ പാർട്ടിക്കിൾ. അതിനെ റാപ്പ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് ചുറ്റിയാണ് എന്ത് കാണുന്നത്? നമ്മുടെ DNA ഹെലിക്സ്. ഇനി പറയുന്നത് ലെങ്ത് ഓഫ് ദ DNA. നമ്മുടെ DNAയുടെ ലെങ്ത് ഓഫ് ദ DNA എത്ര നീളത്തിലുള്ള ലെങ്ത് DNA ആണോ അതെന്താ ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദ DNA റാപ്പിഡ് അറൗണ്ട് ദീസ് ഹിസ്റ്റോൺ. ഈ പറഞ്ഞ ഹിസ്റ്റോൺ കോർ പാർട്ടിക്കിൾസിലെ അതിനെ ഈ DNAയുടെ ലെങ്ത് എത്രയുണ്ടോ അത് ചുറ്റും റാപ്പ് ചെയ്യണം. റാപ്പിഡ് അറൗണ്ട് ദീസ് ഹിസ്റ്റോൺ ടു പ്രൊഡ്യൂസ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിളായിട്ട് മാറുന്നു. ഈ പറഞ്ഞ എത്ര DNAയുടെ ലെങ്ത് എത്രത്തോളം ഉണ്ടോ അത് നമ്മുടെ ഹിസ്റ്റോൺ 8 മോളിക്യൂളിനെയും ചുറ്റി അതെന്തായിട്ട് മാറുന്നു? ഹിസ്റ്റോൺ കോർ പാർട്ടിക്കിൾസ് ആയിട്ട്, അതായത് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. സോ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ ഹിസ്റ്റോൺ ഒക്ടാമറും അതിനെ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന നെഗറ്റീവ് ചാർജുള്ള DNA ആണെന്നും പറഞ്ഞു. ഈ DNA ഈ പറഞ്ഞ ഹിസ്റ്റോൺ മോളിക്യൂളിൻ്റെ പോലെ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ചുറ്റി വരിഞ്ഞിട്ട് എന്തായിട്ട് മാറുന്നു? ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ന്യൂക്ലിയോസോമുകൾ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയോസോമിൻ്റെ 8 മോളിക്യൂളുകൾ അതിനെ ചുറ്റി നിൽക്കുന്ന DNAയുടെ ഹെലിക്സ്, പിന്നെയും ന്യൂക്ലിയോസോം, പിന്നെയും ഈ പറഞ്ഞ DNAയുടെ ഹെലിക്സ്, പിന്നെയും ന്യൂക്ലിയോസോമിൻ്റെ 8 മോളിക്യൂൾ, പിന്നെയും നമ്മുടെ DNAയുടെ ഹെലിക്സ്. സോ ഒരു ന്യൂക്ലിയോസോമും അടുത്ത ന്യൂക്ലിയോസോമും തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ് ലിങ്കർ DNA. സോ 8 ഹിസ്റ്റോൺ മോളിക്യൂളുള്ള ആ ന്യൂക്ലിയോസോം, അതായത് 8 ഹിസ്റ്റോൺ മോളിക്യൂളുള്ള ഹിസ്റ്റോൺ ഒക്ടാമറും അതിനെ റാപ്പ് ചെയ്ത് കിടക്കുന്ന നെഗറ്റീവ് ചാർജുള്ള DNA ഒരു ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസ് അലോങ് വിത്ത് നമ്മുടെ DNA ഹെലിക്സ്. പിന്നെ വീണ്ടും 8 മോളിക്യൂളുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ അതിനെ റാപ്പ് ചെയ്ത DNA ഹെലിക്സ്, വീണ്ടും ന്യൂക്ലിയോസോം DNA ഹെലിക്സ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോസോമെന്നും അടുത്ത ന്യൂക്ലിയോസോമിലേക്കുള്ള ആ കണക്ഷനെ വിളിക്കുന്ന പേരാണ് ലിങ്കർ DNA. സോ ഒരു ന്യൂക്ലിയോസോം അലോങ് വിത്ത് നമ്മുടെ DNA നെഗറ്റീവ് ചാർജുള്ള DNA ഹെലിക്സും അടുത്ത ന്യൂക്ലിയോസോം ഒക്ടാമർ വിത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുള്ള DNA ഹെലിക്സും തമ്മിലുള്ള കണക്ഷൻ. സോ ഒരു ന്യൂക്ലിയോസോമിൽ നിന്ന് അടുത്ത ന്യൂക്ലിയോസോമിലുള്ള കണക്ഷനാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു ലിങ്കർ DNA വെച്ചിട്ടാണ് ഒരു ന്യൂക്ലിയോസോമും അടുത്ത ന്യൂക്ലിയോസോം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് അഡ്ജസൻറ്റ് ന്യൂക്ലിയോസോംസ് ആർ കണക്റ്റഡ് ബൈ ലിങ്കർ DNA. അതുമാത്രമല്ല
നമ്മുടെ ഒരൊറ്റ സിംഗിൾ ഹിസ്റ്റോൺ, അതായത് ഒരു ഹിസ്റ്റോൺ ഉണ്ട് H1 എന്ന് പറഞ്ഞ ഹിസ്റ്റോൺ. ആ ഒരു H1 എന്ന് പറഞ്ഞ ഹിസ്റ്റോൺ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഈ ലിങ്കർ DNA-യിലാണ്. ലിങ്കർ DNA എന്താ? ഒരു ന്യൂക്ലിയോസോമിൽ നിന്നുള്ള അടുത്ത ന്യൂക്ലിയോസോമിലേക്കുള്ള ന്യൂക്ലിയോസോം എന്തായിരുന്നു നമ്മൾ പറഞ്ഞ 8 ഹിസ്റ്റോൺ ഒക്ടാമർ, അതിനെ റാപ്പ് ചെയ്ത DNA ഹെലിക്സ്, നെഗറ്റീവ് ചാർജിലെ DNA ഹെലിക്സ്. അങ്ങനെ ഒരു ന്യൂക്ലിയോസോമിൽ നിന്ന് അടുത്ത ന്യൂക്ലിയോസോമിലേക്കുള്ള ലിങ്കർ DNA-യിലേക്ക് ഒരു സിംഗിൾ ഹിസ്റ്റോൺ മാത്രമേ ബൈൻഡ് ചെയ്തിട്ടുള്ളൂ. ആ സിംഗിൾ ഹിസ്റ്റോൺ ആണ് H1. സോ സിംഗിൾ ഹിസ്റ്റോൺ ആയ H1 ബൈൻഡ്സ് ടു ലിങ്കർ DNA. ലിങ്കർ DNA എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോസോമിൽ നിന്ന് അടുത്ത ന്യൂക്ലിയോസോമിലുള്ള കണക്ഷനാണ് ലിങ്കർ DNA. സോ ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ 200 ബേസ് പെയർ ഓഫ് DNA ഉണ്ടാവും. സോ DNA ഹെലിക്സിൻ്റെ 200 ബേസ് പെയർ ആയിരിക്കും ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോം എടുത്താൽ. ഒരു ന്യൂക്ലിയോസോം എടുത്തു കഴിഞ്ഞാൽ അതിൽ 200 ബേസ് പെയർ ഓഫ് DNA ഹെലിക്സ് ആണ് ഉണ്ടാവുക അപ്രോക്സിമേറ്റ്ലി. സോ ഒരു ഒക്ടാമർ എന്ന് പറഞ്ഞാൽ, ഒക്ടാമർ എന്തായിരുന്നു? 8 ഹിസ്റ്റോൺ മോളിക്യൂൾസുകൾ. ഒരു എക്ടോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? 200 ബേസ് പെയർ. ആ 8 ഹിസ്റ്റോൺ മോളിക്യൂളുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിൽ എത്ര DNA ഉണ്ടായിരിക്കും? 200 ബേസ് പെയർ ഓഫ് DNA ഹെലിക്സ് ആണ്. സോ 1 ഒക്ടാമർ എന്ന് പറഞ്ഞാൽ അതിൽ 200 ബേസ് പെയർ ഓഫ് DNA ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു ടേൺ ഓഫ് ഹെലിക്സ്, നമ്മൾ പറഞ്ഞ DNA-യുടെ ഒരു ടേൺ ഓഫ് ഹെലിക്സിൽ എത്ര ബേസ് പെയർ ഉണ്ട്? 10 ബേസ് പെയർ ആണ്. ഒരു ടേണിൽ 10 ബേസ് പെയർ ആണ്. ഒരു ഒക്ടാമറിൽ 200 ബേസ് പെയർ ആണ്. സോ ദെർഫോർ 200 ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 20 ടേൺ ഉണ്ടാവും. ഒരു ടേണിൽ 10 ബേസ് പെയർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഒക്ടാമറിൽ 200 ബേസ് പെയർ ആണെന്നുണ്ടെങ്കിൽ എത്ര ടേൺ DNA-യുടെ ഹെലിക്സിൽ കാണും ഈ ഒരു ഒക്ടാമറിൽ എന്നാണ് ചോദ്യം. സോ 200 ബേസ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ടേൺ. ഒരു ടേണിൽ 10 ആണെന്നുണ്ടെങ്കിൽ, ഒരു ഒക്ടാമറിൽ 200 ആണെന്നുണ്ടെങ്കിൽ 200/10 എത്ര വരും? 200 ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ആ ഒക്ടാമറിൽ അല്ലെങ്കിൽ ഒക്ടാമറിൽ 200 ബേസ് പെയർ ഉണ്ടെങ്കിൽ എത്ര DNA-യുടെ ടേൺ ഉണ്ടാവും? 20 ടേൺസ് ഇൻ ഈച്ച് ന്യൂക്ലിയോസോം. ഓരോ ന്യൂക്ലിയോസോമിലും DNA-യുടെ 20 ടേൺ ഉണ്ടായിരിക്കും. അതിങ്ങനെയാണ് വരണേ. ഇനി അടുത്തത് നമ്മുടെ ഹ്യൂമണിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹ്യൂമണിൽ നമുക്കറിയാം ടോട്ടൽ ബേസ് പെയർ എത്രയാണ്? 6.6 × 10⁻⁹ ആണ്. നമ്പർ ഓഫ് ന്യൂക്ലിയോസോം ഇൻ മെമ്മേലിയൻ സെല്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഹ്യൂമണിൽ കാണുന്നത് ടോട്ടൽ ബേസ് പെയർ 6.6 × 10⁻⁹ ആണ്. നമ്പർ ഓഫ് ന്യൂക്ലിയോസോം ഇൻ മെമ്മേലിയൻ സെൽ, ഒരു യുക്കാരിയോട്ടിക് മെമ്മേലിയൻ സെല്ല് എത്ര ന്യൂക്ലിയോസോമുകൾ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.6 × 10⁻⁹. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഒക്ടാമറിൽ എത്രയുണ്ട്? 200 ആണെന്ന്. സോ 6.6 × 10⁻⁹ ഡിവൈഡ് ബൈ 200 എത്രയാണ്? 33 × 10⁻⁶. ഒരു സെല്ലിൽ, അതാണ് ഒരു ടിപ്പിക്കൽ മെമ്മേലിയൻ സെല്ലിൽ എത്ര ന്യൂക്ലിയോസോം ഉണ്ടായിരിക്കും? ഒരു സെല്ലിൽ 33 × 10⁶. ഇത്രയാണ് കാണുക. ഇനി പറയുന്നത് ഈ പറഞ്ഞ ന്യൂക്ലിയോസോമുകൾ, നമ്മൾ പറഞ്ഞ 8 ഹിസ്റ്റോൺ ഒക്ടാമറുള്ള ഇതും അതിൻ്റെ റാപ്പ് ചെയ്ത DNA-യും കൂടിയ ആ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ DNA ഹെലിക്സും കൂടിയിട്ട് ആ ന്യൂക്ലിയോസോംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ ബീഡുകൾ വെച്ച പോലെയാണ് കാണപ്പെടുന്നത്. സോ ന്യൂക്ലിയോസോമുകൾ എങ്ങനെയാണ് കാണുക? ഒരു സ്ട്രിങ്ങിൽ ബീഡുകൾ. ആ ബീഡുകളാണ് നമ്മൾ പറയുന്ന മുത്തു പോലുള്ള സാധനങ്ങൾ. ആ ബീഡുകളാണ് നമ്മൾ പറയുന്ന ന്യൂക്ലിയോസോം. സോ ന്യൂക്ലിയോസോം കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ സ്ട്രക്ചർ ഇൻ ദ ന്യൂക്ലിയസ്. എന്തായിരിക്കും അത്? ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ ആണ് നമ്മൾ പറഞ്ഞ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ന്യൂക്ലിയോസോം കോൺസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ? ന്യൂക്ലിയോസോം റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്, അതായത് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ എന്താണ്? ത്രെഡ് ലൈക്ക് അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ബോഡീസ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണുന്ന കളേർഡ് ആയിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ത്രെഡ് പോലത്തെ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞ ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. സോ ന്യൂക്ലിയോസോം ഇൻ ക്രൊമാറ്റിൻ ആർ സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ ബീഡ്സുകൾ ഇങ്ങനെ വെച്ച പോലെ, സ്ട്രിങ് ആണ് നമ്മൾ പറഞ്ഞ ആ ക്രൊമാറ്റിൻ. ആ ബീഡുകൾ എന്താണ്? ന്യൂക്ലിയോസോം. സോ ബീഡുകളെല്ലാം ന്യൂക്ലിയോസോമുകളും സ്ട്രിങ് ഒക്കെ നമ്മൾ പറയുന്ന ക്രൊമാറ്റിൻ. സോ ന്യൂക്ലിയോസോംസ് ഇൻ ക്രൊമാറ്റിൻ. ക്രൊമാറ്റിനാണ് നമ്മൾ പറഞ്ഞ ആ സ്ട്രിങ്. അതിലെങ്ങനെയാണ് ഈ പറഞ്ഞ ന്യൂക്ലിയോസോം കാണുക? അത് ബീഡുകളായിട്ടാണ് കാണപ്പെടുക. സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ. സോ ഈ സ്ട്രിങ്ങിൽ ബീഡുകൾ കാണപ്പെടുന്ന പോലെ, മുത്തുകൾ പോലെ കാണപ്പെടുന്നത് പോലെയാണ് ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ. അതെങ്ങനെയാണ് കാണുന്നത്? നമ്മളൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കിലൂടെ, സോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണുക? ഒരു സ്ട്രിങ്ങിൽ ബീഡുകൾ വെച്ച പോലെ. സ്ട്രിങ് ആണ് നമ്മൾ പറയുന്ന ക്രൊമാറ്റിൻ, ബീഡുകളാണ് നമ്മൾ പറയുന്ന ന്യൂക്ലിയോസോം.